ഇറാന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. അതായത് ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു ഇറാനിലെ തീവ്രവാദികളെ. ആ സമയത്ത് തന്നെ ഇറാനിലെ സ്ത്രീകൾ വസ്ത്രങ്ങൾ അഴിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരിസ്തി അഹമ്മദി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്ലീവ്ലെസ് ധരിച്ചുകൊണ്ടാണ് അവളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു പെൺകുട്ടി അർദ്ധനഗ്നയായി കോളേജിലെത്തി പ്രതിഷേധം അറിയിച്ചു. അവളെ മത പോലീസ് പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അവളുടെ അവസ്ഥ എന്താണ് എന്നറിയില്ല. അവർക്ക് മാനസിക വിഭ്രാന്തി എന്തൊക്കെയാണ് അവർ പറഞ്ഞത്. ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇറാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് ഒരു രാജ്യം തന്നെ ഇല്ലാതാകുന്നതിന് ഉദാഹരണമായിട്ട് സിറിയ മാറിയിട്ടുണ്ട്. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സർക്കാരിൻ്റെ സൈന്യവും അതേപോലെ ദുർബലമാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്ന്, അകത്തു നിന്ന് വരുന്നതായിട്ടുള്ള പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ ആക്രമണങ്ങളുമാണ്. മറ്റൊന്ന് പുറത്തു നിന്ന് വരുന്നതാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് ഒരു രാജ്യത്തിന് നേരെ വന്നാൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ആ രാജ്യം തകർന്നു പോകും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സിറിയ. സിറിയ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഒരു വലിയ ശക്തി എന്ന നിലക്ക്, മുസ്ലിം ലോകത്തിൻ്റെ ഒരു വലിയ ശക്തി എന്ന നിലക്ക് നിലനിൽക്കുന്നതാണ് ഇറാൻ. നേരത്തെ ഇറാഖായിരുന്നല്ല. ആ ഇറാഖിനെ ഇതുപോലെ തന്നെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. അമേരിക്കൻ്റെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കപ്പെടുകയും അമേരിക്ക പിറക്കി വെക്കുന്ന ആളുകൾ ഭരണം നടത്തുന്ന ഒരു രാജ്യമായിട്ട് ഇറാഖ് മാറി. എന്നുവെച്ചാൽ അവരുടെ പാവഭരണമാണ് നടക്കുന്നത്. അമേരിക്ക അങ്ങോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. അങ്ങനെ ആടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെ മാത്രം വെച്ചുകൊണ്ട് ഇറാഖ് അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊറ്റ ലക്ഷ്യം എവിടെയുള്ളൂ, അവരുടെ ഒരു മാർക്കറ്റിംഗ് പോളിസി അനുസരിച്ച് അവിടുത്തെ ക്രൂഡ് ഓയിൽ മുഴുവനും അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇറാൻ എന്ന് പറയുന്നത് ഇപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പലസ്തീൻ വിഷയങ്ങളുണ്ടായി, അത് കഴിഞ്ഞ് സിറിയയിലുണ്ടായി, ലിബിയയിൽ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെയൊക്കെ അതിലിടപെടുന്ന ഒരു ശക്തിയായിട്ട് നിന്നിരുന്നതാണ് ഇറാൻ. ആ ഇറാൻ ദുർബലപ്പെടുകയും പൊളിയുകയും ചെയ്യും എന്ന് കണ്ടാൽ അകത്തുനിന്നും പുറത്തുനിന്നും ഒരേ സമയത്ത് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കുകയെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ഒരു മതഭരണകൂടമാണ് ഇറാൻ്റേത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നേരത്തെ മുടിച്ചുരുളുകൾ പുറത്തു കണ്ടു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോലീസ് ആക്രമിച്ചു. ഇല്ലാതായി. അവിടെ നിന്നാണ് തുടക്കം. അവിടെയാണ് ഇറാൻ്റെ കലാപം ആരംഭിക്കുന്നുള്ള കാര്യം. എന്നുവെച്ചാൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള അമർഷം പൊട്ടി ഒഴുകുന്ന കലാപത്തിൻ്റെ പല രൂപങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം അനുവദിക്കുന്നില്ല, അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യാനായിട്ട് തയ്യാറില്ലാത്ത ഭരണകൂടങ്ങൾ. അത് ആധുനിക കാലത്ത് അത്തരം ഭരണകൂടങ്ങളെ നിലനിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം അറിയാം. അഫ്ഗാനിസ്ഥാൻ്റെ ഈ പഴയ മത തീവ്രവാദികളുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ സ്ത്രീകൾക്ക് എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രദേശവുമായിട്ട് ഇറാൻ ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ഒരിടയ്ക്ക് ഇറാനിൽ കുറേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആ സ്വാതന്ത്ര്യം വീണ്ടും എടുത്തു കളഞ്ഞു. അപ്പോൾ പഴയ സ്വതന്ത്ര കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള സ്ത്രീകളുടെ ആഗ്രഹമാണ് ഈ രീതിയിൽ ഉയർന്നു വരുന്നത്. ഈ കലാപം ഒരു ജനാധിപത്യ രാജ്യമായി ഇറാൻ മാറാനുള്ള സാധ്യത ഉണ്ടോ? പക്ഷേ ഈ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിനായി ഇങ്ങനെ തെരുവിലിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ ഊരിയെന്ന് പറയുമ്പോൾ അത്തരത്തിൽ അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കാണ് അവിടുത്തെ ഭരണകൂടം പോകുന്നത് എന്നുള്ളതാണ് ഇവർ ഇത്തരത്തിൽ തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക്, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും, ഇതൊരു ജനാധിപത്യ രാജ്യമായി ഞങ്ങൾ മാറ്റുമെന്നുള്ളത്. ആ നിലയിലേക്ക് ഇറാൻ കടക്കുമോ? ഈ അടിമത്തം ഇങ്ങനെ ശക്തമായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏത് രാഷ്ട്രത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പൊട്ടിത്തെറിയാണ് ജനങ്ങൾ പ്രക്ഷുബ്ധമായിട്ടുള്ള രീതിയിലേക്ക് മാറിത്തരികയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുക എന്ന് പറയും. അത് മുസ്ലിം രാഷ്ട്രമാണോ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമാണോ ക്രൈസ്തവ രാഷ്ട്രമാണോ എന്നുള്ള പ്രശ്നമാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ കുക്കറിനകത്ത്
അമർത്തി വെച്ചിരിക്കുന്ന പ്രഷറായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ പ്രഷർ തകർത്ത് അവർ പുറത്തു വരാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രക്ഷോഭങ്ങളുണ്ടാകും. എല്ലായിടത്തും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആധുനിക ഭരണകൂടങ്ങളുടെ രീതി എന്താണ്? ഈ പ്രഷർ മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? കുറേ അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ തൊഴിലാളികൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും തൊഴിലാളികൾ സംഘടിച്ച് നിലവിലുള്ള ഭരണകൂടങ്ങളെ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കുന്ന രീതിയിലേക്ക് മാറാൻ ശക്തിയുള്ളവരായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ക്യാപിറ്റലിസം, മുതലാളിത്തം അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഉള്ള ഒരു സംഘർഷത്തിലേക്ക് തൊഴിലാളികളും മുതലാളികളും പോകാതിരിക്കുന്നതിന് വേണ്ടി ആധുനിക മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ തൊഴിലാളികളിൽ കുറേയധികം പേരെയൊക്കെ മാനേജ്മെൻറ്റ് പാർട്ട്ണറായിട്ട് മാറ്റും. പിന്നെ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം അതിനകത്തില്ല. മാത്രമല്ല അവരുടെ ആ സംവിധാനത്തെ വളർത്തി വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്ന സഹായഹസ്തങ്ങളായിട്ട് ഈ തൊഴിലാളി വർഗത്തിൻ്റെ കൈകളെ കൂടി അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മെക്കാനിസമാണ് ശരിക്കും പറഞ്ഞത്. ആ മെക്കാനിസം ഈ ഇറാനിൽ പ്രവർത്തിപ്പിക്കേണ്ടി വരും. എങ്കിൽ മാത്രമാണ് അവിടുത്തെ ജനത അവിടെ അവർ ഭരിക്കുന്നതായിട്ടുള്ള ഭരണകൂടത്തോട് സഹകരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഡെമോക്രാറ്റൈസേഷൻ ആയിരിക്കും, ജനാധിപത്യവൽക്കരണമായിരിക്കും. ഒറ്റ പ്രാവശ്യം കൊണ്ട് അത് പൂർത്തീകരിക്കണമെന്നില്ല. പല പ്രാവശ്യമായിട്ട് അത് നിർവഹിക്കപ്പെടുകയും പിന്നീട് ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് ഇറാനും എത്തിച്ചേരേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മാത്രമേ അതിനൊരു പരിഹാരം കാണാനായിട്ട് കഴിയുള്ളൂ. ഇറാന്റെ അവസ്ഥ ഇപ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ മത നേതാവായ ആയത്തുള്ള അൽ ഖമനേയി അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇതിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം അവർ ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് രാജ്യത്തെ തകർക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർക്കാനായി ഇനി ഏതൊക്കെ ശ്രമങ്ങളാവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക? ഇത് എങ്ങനെയാണ് അവരതിനെ നേരിടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ജഡിലമായ ഭരണകൂടമാണെന്ന് വെച്ചാൽ മത താല്പര്യങ്ങൾക്ക് തന്നെ ആയിരിക്കും കൂടുതൽ പ്രാമുഖ്യം വരിക. ഒരു സമയത്ത് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം നൽകേണ്ടതില്ല, അവർ കണ്ണു മാത്രം തുറന്ന് സഞ്ചരിച്ചാൽ മതി എന്ന തീരുമാനം, അത്തരം വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി. മറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അതേപോലെ തന്നെ അവരുടെ മറ്റ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ നിയന്ത്രണങ്ങൾ, മതനിയന്ത്രണങ്ങൾ എത്രയാണോ അതൊക്കെ തന്നെ തുടരണമെന്ന് തീരുമാനിക്കാനാണ് സാധ്യത. അപ്പം വരുന്ന ജനകീയ പ്രക്ഷോഭം എത്രമാത്രം ശക്തമാണോ അതിനനുസരിച്ചിട്ട് അതിലൊരു മാറ്റം വരാനായിട്ട് സാധ്യതയുള്ളൂ. മാറ്റം വരുത്തുന്നത് നിർബന്ധപൂർവ്വം വരുത്തുന്നതായിട്ടുള്ള മാറ്റങ്ങളായിട്ടേ മാറുകയുള്ളൂ. അതിന് നമുക്ക് ഈ പ്രക്ഷോഭം എത്രമാത്രം ശക്തമായി മാറും എന്ന് നോക്കിയിരുന്ന് കാണേണ്ടതായിട്ട് വരും. കാരണം പ്രക്ഷോഭത്തിൻ്റെ ചിലപ്പോൾ പല പ്രക്ഷോഭങ്ങളും അടിച്ചമർത്താനായിട്ട് പറ്റും. അങ്ങനെ അടിച്ചമർത്താനായിട്ട് പറ്റുകയാണെന്ന് വെച്ചാൽ പഴയ അവസ്ഥയിൽ തുടരും. പക്ഷേ ഇപ്പോൾ ഇറാൻ നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് ഒന്ന് ബാഹ്യമായിട്ട് വിരുദ്ധ ശക്തികൾ അവരുടെ മേൽ ആക്രമണം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. ഇസ്രായേൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. രണ്ടാമത് രാജ്യത്തിനകത്ത് നിന്ന് ജനങ്ങൾ തന്നെ ഈ ഭരണകൂട സംവിധാനം മാറണമെന്ന് ആവശ്യപ്പെടും. ഈ രണ്ടും നേരിടുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. അവർ ജനാധിപത്യവൽക്കരിക്കാനായിട്ട് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടോടുകൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തുനിന്ന് വരുന്നതായിട്ടുള്ള ശക്തികളെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അതിനെതിരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. പക്ഷേ അതിനവർ തയ്യാറില്ലാത്ത ഒരു സാഹചര്യമാണ് വരണമെങ്കിൽ അവർ വലിയ കുഴപ്പത്തിലാവാനുള്ള എല്ലാ ചുറ്റുപാടും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇസ്രായേൽ എല്ലാ സ്ഥലത്തും വ്യാപകമായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിറിയ അവിടെ ഉണ്ട് ആഭ്യന്തര കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിച്ച് തകർത്ത് തരിപ്പണമായി കഴിഞ്ഞു. അവിടുത്തെ ഒരു ഹ്യൂമൻ പ്രെഡിക്കമെൻ്റ് ആരും പരിശോധിക്കുന്നില്ല. അവിടുത്തെ ഒരു മനുഷ്യാവസ്ഥ, അവരും മനുഷ്യരാണല്ലോ. ആ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ജീവിത ദുരന്തം എന്ന് പറയുന്ന എത്രയോ ഭീകരമാണ്. അത് തന്നെയായിരിക്കാം ഇറാനെയും കാത്തിരിക്കുന്നത് എന്നാണ് നമുക്ക്. അവിടത്തേക്ക് ഹ്യൂമൻ പ്രെഡിക്കമെൻ്റ് ഇപ്പം വളരെ മോശമാണ്, ഇതിനേക്കാൾ മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താം. ലോകരാഷ്ട്രങ്ങളൊന്നും ഇതിനകത്തൊന്നും കാര്യമായിട്ട് ഇടപെടുകയും ചെയ്യുന്നില്ല. അവർ ചുമ്മാ അതൊക്കെ കളി കാണുന്ന രീതിയിൽ കാഴ്ചക്കാരായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ മധ്യ ഏഷ്യയിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത് തന്നെയാണ്.